എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ എന്നത്തെയും പോലെ തന്നെ ഭയങ്കര വെയിലായിപ്പം. രാവിലെ പോകുമ്പം വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ അത്രയ്ക്ക് കൊടും ചൂടായിക്കൊണ്ടിരിക്കുക. മഴയൊക്കെ ഇപ്പം പെയ്യുന്നുമില്ല. മറ്റേത് മഴ പെയ്താൽ എപ്പോഴും മഴ, ഇല്ലെങ്കിൽ കൊടും വേനൽ. ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പോയി, ജോലിക്കൊക്കെ പോയി. വൈകിട്ട് തിരിച്ച് വന്ന് ഇവിടെ ഇരുന്ന് ജോലികളൊന്നുമില്ല, എല്ലാം രാവിലെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വന്ന് ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി. പിന്നെ കുറച്ച് സമയം നടന്ന്, കുറേ ദിവസമായിട്ട് നടക്കുന്നില്ല. അതിൻ്റെത് അറിയാനും ഉണ്ട്. നമ്മൾ നടക്കാതിരുന്നാൽ നമ്മുടെ ബോഡി പെട്ടെന്ന് വണ്ണം വയ്ക്കും. അന്നേരം അതിൻ്റെ ഇച്ചിരി വണ്ണം വെച്ച ലക്ഷണം കാണുന്നുണ്ട്. അതുകൊണ്ട് വൈകിട്ട് വന്ന് ഒരു 20 മിനിറ്റ് നടന്ന് ഒരു മണിക്കൂർ നടക്കാമെങ്കിൽ നമ്മുടെ ഫാറ്റ് മൊത്തം ഒന്ന് പോവും. ഫോണിവിടെ താഴെ വയ്ക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് കൈ കഴിക്കും. അങ്ങനെ 20 മിനിറ്റ് നടന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. 20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഇപ്പം കൊല്ലത്താണ് ഏറ്റവും നല്ല ജില്ലയൊക്കെ ആയിരുന്നു. കേരളം നല്ല ഒരു സംസ്ഥാനവും എല്ലാം ആയിരുന്നു. ഇപ്പം പക്ഷേ മൊത്തം പ്രശ്നങ്ങളാണ്. എപ്പോഴും അങ്ങ് കൊലയും എന്ന് വേണ്ട എല്ലാം ഇപ്പം നമ്മുടെ നാട്ടിലുമുണ്ട്. മറ്റത് നമ്മൾ വേറുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വായിക്കത്തേ ഉള്ളൂ പത്രത്തിലൊക്കെ. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് തൊട്ടടുത്ത് പോലും അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ പറ്റിയെന്തോ ഈ മക്കളൊക്കെ ഇങ്ങനെ ആയാൽ എന്തെങ്കിലും കുഞ്ഞു നിസ്സാരമായ കാര്യവും പകയും ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ സങ്കടം. എല്ലായിടത്തും ഒരു മുറി മക്കളൊക്കെ ഉള്ളതാണ്. ഇപ്പം കുട്ടികൾക്കുള്ള മനസ്സിൽ പക അങ്ങ് വളരുകയാണ്. കാര്യം നിസ്സാരമായിരിക്കും, പക്ഷേ അത് പ്രശ്നം ഗുരുതരമായിട്ടങ്ങ് മാറും. ഒരു ക്ഷമയുമില്ല. നമ്മൾ കുറേയൊക്കെ ആലോചിക്കണം. നമ്മളിപ്പം നാളെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മുമ്പ് ഏതോ ഇതുപോലെ പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും. പക്ഷേ അത് നമുക്ക് പെട്ടെന്നുണ്ടാവുന്നതാണ്. നമ്മുടെ മനസ്സിന് പെട്ടെന്ന് എവിടെ വെച്ച് വേണേലും എങ്ങനെ വേണേലും സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ നല്ലതുപോലെ ചിന്തിച്ച് വേണം പോകേണ്ടുന്നത്. നമ്മൾ മനസ്സിൽ അത്രയ്ക്കങ്ങ് എടുക്കരുത്. ഏത് ബന്ധമായാലും നമ്മൾ മനസ്സിൽ കൂടുതൽ കയറ്റി വയ്ക്കരുത്. എന്ന് വെച്ചാൽ ആളുകളെ നമ്മൾ നല്ലതുപോലെ പഠിക്കുക. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ എപ്പോഴും നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോഴത്തെ പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും നിലവിൽ അവർക്ക് ഇഷ്ടങ്ങളൊക്കെ കാണും. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി മെച്ചപ്പെട്ട ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വേറെ എന്തെങ്കിലും ബെറ്ററായിട്ടുള്ളതൊന്ന് വരികയാണെങ്കിൽ ഉടനെ ഇവരത് അങ്ങ് മാറും. പിന്നെ ഈ വീട്ടുകാർക്ക് താല്പര്യങ്ങളൊക്കെ കുറയും. ഇതൊക്കെ നമ്മൾ പലതിലും വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ എൻ്റെ പൊന്ന് കുട്ടികളെ, ഇതൊന്നും ശാശ്വതമല്ല. പഴയത് കണക്കിപ്പം പ്രേമിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഇത്രയും നമ്മളെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് എന്തോരം പ്രതീക്ഷകളായിരിക്കും അവരൊക്കെ നമുക്കൊരു സഹായവും താങ്ങും തണലും ഒന്നുമില്ലെങ്കിലും നമുക്കൊന്ന് മിണ്ടാനും പറയാനും ഒന്ന് സ്നേഹമായിട്ടിരിക്കാനും ഒക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളാണ് നമുക്ക് പ്രധാനം. അപ്പം ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം ഒരു കാര്യം പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ അത് വിട്ട് കളയണം. അല്ലെങ്കിൽ പിന്നെ കഷായത്തിൻ്റെ പോലെ കഷായം കലക്കും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് ആവും. ഇഷ്ടമല്ലെങ്കിൽ തീർക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ അവിടെ നിന്ന് പിൻവലിയണം. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മാത്രമേ ചിന്തിക്കാവൂ. ആദ്യം അല്പം ദുഃഖമൊക്കെ കാണും. ഈ ബന്ധത്തിൽ ചെന്ന് ചാടിയതിലുള്ള വിഷമം കുറേ നാൾ കാണും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് മാറിയെങ്കിലേ പറ്റൂ. നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും വേറെയുള്ള ആക്ടിവിറ്റീസിൽ നല്ല എന്തെങ്കിലും ജോലികളിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലോ അങ്ങ് എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ ഇത് നമ്മളങ്ങ് സ്വാഭാവികമായിട്ട് മറക്കും. നമുക്ക് മറ്റേ ബന്ധത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളതായിരിക്കും കിട്ടുന്നത്. അത് ഭഗവാൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ എവിടുന്നെങ്കിലും കിട്ടും. അപ്പം മറ്റതിനേക്കാട്ടിലും ബെറ്ററായിട്ടുള്ള ഈ ലൈഫ് നമ്മൾ
മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മളെ ഇഷ്ടമല്ലെന്ന് പറയുമ്പം പിന്നെ അവിടെ വലിഞ്ഞു കയറി ചെന്ന് പിന്നെ നമ്മൾ ഇത് നടക്കുമ്പോൾ അവർ നമ്മളെ അങ്ങ് ഒഴിവാക്കാനാണ് ശ്രമം. ഏത് മാർഗവും ആളുകൾ സ്വീകരിക്കുന്ന ഒരു മട്ടാണ്. ആരും സഹിക്കത്തില്ല. അങ്ങനെയാണ് ഓരോരുത്തരും. നേരത്തെ കഷായം ആ സംഭവത്തിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. നമ്മുടെ വീട്ടുകാർക്കാണ് നമ്മുടെ എന്തെങ്കിലും നമുക്ക് അപാകതയുണ്ടായാൽ നമ്മളെ വീട്ടുകാർക്കാണിത് ബാധിക്കുന്നത്. അവർ പിന്നെ ആജീവനാന്തം ദുഃഖിച്ച് സങ്കടപ്പെട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളതിനെന്തിനാണ് ഇടയാക്കുന്നത്? നമ്മളെ അവർ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിക്കുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ അവർക്ക് കിട്ടാൻ വേണ്ടിയല്ലേ. അപ്പോൾ അത് നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. എല്ലാ കുട്ടികളും ഇത് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ചിന്തകളും പ്രലോഭനങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് മാറാൻ പഠിക്കണം. താല്പര്യമില്ലാത്ത ബന്ധം തുടരാനായിട്ട് മുതിരരുത്. അത് വലിയ ആപത്താണ്. മുമ്പാണെങ്കിൽ അതൊന്നും വിഷയമില്ലായിരുന്നു രണ്ടുപേരെയും. കാരണം ഇപ്പോൾ ഈ മീഡിയകളെല്ലാം, അതായത് ഫോണും അങ്ങനെ ഇവർക്കെല്ലാം പെട്ടെന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഇതങ്ങ് പെട്ടെന്ന് ബന്ധങ്ങളങ്ങ് ദൃഢമാകും. പണ്ട് അങ്ങനെയല്ലായിരുന്നു. വല്ല കയ്യാലിക്കലും അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും സമയത്ത് കണ്ടാലായി വന്നാലായി അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അങ്ങനെയല്ല. അപ്പം ഇത്രയും ദൃഢമാകുന്ന ബന്ധം പെട്ടെന്ന് വേർപെടുമെന്ന് കാണുമ്പം കുട്ടികൾക്കുണ്ടാകുന്ന ദുഃഖമാണ്. കുട്ടികൾക്ക് സഹിക്കാനും താങ്ങാനും അത് പറ്റത്തില്ല. ആത്മാർത്ഥത കൂടുതലുള്ള കുട്ടികൾക്കാണ് അത് താങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെടുമ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ബന്ധം തുടരാൻ താല്പര്യമൊന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പിന്മാറുക. പിന്നെ അവിടെ ചെന്ന് ഇപ്പോൾ ഒരനുഭവമല്ല, ഒരുപാട് അനുഭവങ്ങളായി. അനുഭവം ഗുരു എന്നാണ് പറയുന്നത്. എത്ര കണ്ടും കേട്ടും കൊടുത്താലും കൊണ്ടാലും ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നുമില്ല. പിന്നെയും ഇങ്ങനത്തെ വിഷയങ്ങളാണ് നടപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ വളരെയധികം നമ്മളെ ദുഃഖിപ്പിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് രാവിലെ ഓട്ടോയിൽ പോയപ്പോഴാണ് പുള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഡൗൺ ആയിപ്പോയി. ഇതെല്ലാം കേട്ട് എല്ലാം ഇപ്പോൾ നമ്മുടെ സ്ഥലത്തൊക്കെയല്ലേ ഇതൊക്കെ കേൾക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ഓരോരോ സംഭവങ്ങളാണ് എന്നും അങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്